ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് കെപിസിസി ആസ്ഥാനത്ത് നിന്ന് തത്സമയം മാധ്യമങ്ങളെ കാണുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഏറ്റവും വലിയ ഒരു അഴിമതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമരരംഗത്തേക്ക് സജീവമായി കടന്നുവരുന്നത്. സെപ്റ്റംബർ മാസം 1-ാം തീയതി അർദ്ധരാത്രിയിൽ മാനേജ്മെന്റുകളുമായി ഒപ്പുവെച്ച കരാറിന് ശേഷം അതിനെ സംബന്ധിച്ച് വിലയിരുത്തി ഈ കരാറിന് പിന്നിൽ വലിയ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. ഈ അഴിമതി എന്ന് പറയുന്നത് വലിയ കോഴപ്പണം, വലിയ തോതിലുള്ള കോഴപ്പണം സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കൈകളിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു ഗവൺമെന്റ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭീമമായ വർധനവ്. മെറിറ്റ് സീറ്റിൽ പോലും 5 വർഷക്കാലം UDF ഗവൺമെന്റ് നടപ്പിലാക്കാത്ത 45,000 രൂപയുടെ വർധനവാണ് UDF ഗവൺമെന്റ് നടപ്പിലാക്കിയതെങ്കിൽ 47,000 ആയിരുന്നുവെങ്കിൽ അത് 65,000 ആക്കി വർദ്ധിപ്പിച്ച അവിടെ നിന്നുമാണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത്. ഫീസ് ഇനത്തിൽ മാത്രം വലിയ നേട്ടം മാനേജ്മെന്റുകൾക്ക് നൽകിക്കൊണ്ട് വലിയ കൊള്ളയാണ് ഇവിടെ നടപ്പിലാക്കാൻ മാനേജ്മെന്റുകൾക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത്. ഇത് ഒരു സൊമാലിയൻ കൊള്ളയ്ക്ക് സമാനമാണ് എന്നതാണ് ഞങ്ങൾ മുൻപോട്ട് വെച്ച ഒരു വാദം. കടൽ കൊള്ളക്കാർക്ക് എല്ലാ സൗജന്യവും ചെയ്തു കൊടുത്ത്, എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് കൊള്ള മുതൽ കൈപ്പറ്റുന്ന സംവിധാനമാണ് സൊമാലിയയിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. ആ രീതിയിൽ കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക്, സ്വാശ്രയ കച്ചവടക്കാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അതിന്റെ ഒരു വിഹിതം പറ്റുന്ന ഒരു ഗവൺമെന്റാണ്. സൊമാലിയൻ കൊള്ള മോഡലിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് ഞങ്ങൾ ആരോപിച്ചു. ഇപ്പോഴും വീണ്ടും ആരോപിക്കുകയാണ്. ഒരു സൊമാലിയൻ കൊള്ള തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സ്വാശ്രയ കൊള്ളയുടെ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന്, കോഴ കൈപ്പറ്റിയിരിക്കുന്നു ഗവൺമെന്റ്, സ്വാശ്രയ കോഴ കൈപ്പറ്റിയിരിക്കുന്നു ഈ മാനേജ്മെന്റുകളുടെ കയ്യിൽ നിന്നും. മറ്റേ പാർട്ട് മാനേജ്മെന്റുകൾ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതെല്ലാം ഇന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നു നിൽക്കുകയാണ്. ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രത്തോളം ഇതാകുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നലെ പല വാർത്താമാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും ഇന്നും ഒക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിധത്തിലാണ് തലവരി പണം വാങ്ങുന്നത്, മാനേജ്മെന്റുകളുടെ ഏജന്റുകൾ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ജെയിംസ് കമ്മിറ്റിയുടെ മുൻപിൽ ഉണ്ടായിരുന്ന 1600 പരാതികൾ മാത്രമായിരുന്നു ഉള്ളത് എങ്കിൽ ഇന്ന് സംസാരിക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നു. അപ്പോ ഫീസ് ഇനത്തിൽ വലിയ കൊള്ള ഒരു വശത്ത് അനുവദിച്ചു നൽകുന്നു, മറ്റൊരു വശത്ത് തലവരി പണമായും ക്യാപിറ്റേഷൻ ഫീസ് ഇനത്തിലും ഒക്കെ തന്നെ മറുവശത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒത്താശ ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ശരിയായിരിക്കുകയാണ്. ഇതൊരു വലിയ സാമൂഹ്യ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇതിൽ മെറിറ്റ് കോട്ടയിൽ 30 സീറ്റുകളിലായി ശരാശരി 100 സീറ്റാണ് ഒരു മെഡിക്കൽ കോളേജിലുള്ളത്, ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിലുള്ളത്. ശരാശരി 150 സീറ്റ് വരും. കാരണം കുറെ അധികം കോളേജുകളിൽ സീറ്റ് വർധനവ് വന്നിരിക്കുന്നു. പല കോളേജുകളിലും ഇപ്പോൾ 150 സീറ്റാണ്. ചില കോളേജുകളിൽ 200 സീറ്റ് അനുവദിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ. അപ്പൊ 150 സീറ്റുകളും 200 സീറ്റുകളുമുള്ള മാനേജ്മെന്റുകളെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തേണ്ട, ആ കണക്ക് അങ്ങ് മാറ്റി നിർത്തുക. 100 സീറ്റ് ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് കരുതിയാൽ 30 മെറിറ്റ് സീറ്റ്. ആ 30 മെറിറ്റ് സീറ്റിൽ ആകെ ഇപ്പോഴത്തെ ഫീസ് സ്ട്രക്ചർ വഴിയായി ഉണ്ടായ വർധനവ് 14,50,000 രൂപയാണ്. 35 മാനേജ്മെന്റ് കോട്ട സീറ്റിൽ 2.5 ലക്ഷം രൂപയുടെ വർധനവ് ഒരു വർഷമുണ്ടാകുമ്പോൾ 87,50,000 രൂപയുടെ വർധനവാണ് ഉണ്ടാകുന്നത്. NRI കോട്ടയിൽ 15 സീറ്റിൽ 2.5 ലക്ഷം രൂപയുടെ വർധനമുണ്ടാകുമ്പോൾ 15 സീറ്റിലേക്ക് 37,50,000 രൂപയുടെ വർധനവാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മെറിറ്റ് മാനേജ്മെന്റ് NRI കോട്ടകളിലായി 3 ഇനത്തിൽ
1,44,50,000 രൂപയുടെ വർധനവ് ഒരു വർഷം ഒരു കോളേജിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ മാത്രം ഒരു വർഷം കൊണ്ട് കേരളത്തിൽ 21 സ്വാശ്രയ കോളേജിൽ 30,35,00,000 രൂപയുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ് സ്ട്രക്ചറിനേക്കാൾ ഈ പ്രാവശ്യം വർധനവ് വരുന്നത്. അങ്ങനെ 30,35,00,000 രൂപ ഒരു വർഷം വച്ച് 5 വർഷത്തേക്ക് 151,73,00,000 രൂപയുടെ 151,736 കോടി രൂപയുടെ വർധനവാണ് 5 കൊല്ലം കൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഫീസ് സ്ട്രക്ചർ അത് പുതിയ രീതിയിൽ ആക്കിയത് മുഖേന 21 കോളേജുകൾക്ക് ഉണ്ടാകാൻ പോകുന്നു. അപ്പോ ഫീസ് ഇനത്തിൽ 151 കോടി രൂപയുടെ അധിക വർധനവ് UDF ഗവൺമെന്റിനേക്കാൾ LDF ഗവൺമെന്റ് നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് എന്ന് ഇനി ആരോടും ചോദിക്കാതെ തെളിവില്ലാതെ തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇനി തെളിവ് വേണ്ട കാര്യങ്ങൾ അത് തലവരി പണവുമായി ബന്ധപ്പെട്ടതാണ്. തലവരി പണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ അവസരത്തിൽ ഇത് പറയുമ്പോൾ പല വാർത്താ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഒരുപാട് പത്രമാധ്യമങ്ങളിലൊക്കെ നേരത്തെ മുതലേ ഉള്ളതാണ്. ഇത് കള്ളക്കളിയാണ്. ഇത് ഒരു വശത്ത് ഫീസ് വർദ്ധിപ്പിച്ച് ക്യാപിറ്റേഷൻ ഫീസ് ലീഗലൈസ് ചെയ്തു കൊടുക്കുന്നു എന്നതാണ് പ്രഥമ ദൃഷ്ടിയ നോക്കിക്കാണുന്നത്. അപ്പൊ അങ്ങനെ ലീഗലൈസ് ചെയ്ത് ക്യാപിറ്റേഷൻ ഫീസ് കൊടുക്കുമ്പോഴും ക്യാപിറ്റേഷൻ ഫീസ് ഒഴിവാക്കാനാണ് ഫീസ് വർദ്ധിപ്പിച്ചത് എന്നാണ് സർക്കാരിന്റെ ന്യായം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇവർ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നുണ്ട് എന്ന് പല വാർത്താമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നതാണ്. നിരവധി ചാനലുകൾ അതിനെ സംബന്ധിച്ചൊക്കെ സംഭാഷണങ്ങൾ സംഘടിപ്പിച്ചതാണ്, ചർച്ചകൾ സംഘടിപ്പിച്ചതാണ്. ഇന്നും ഇന്നലെയും മിനിയാന്നും ഒക്കെയായി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു സ്വാശ്രയ കോളേജിൽ 50 ലക്ഷം രൂപയാണ് മാനേജ്മെന്റ് സീറ്റിൽ ക്യാപിറ്റേഷൻ ഫീസ് ഇനത്തിൽ വാങ്ങുന്നത്. 50 ലക്ഷം രൂപ. NRI കോട്ടയിൽ 1 കോടി രൂപയാണ് വാങ്ങുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത്, ഞാൻ ഒരുപക്ഷെ നേരത്തെ ഇത് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് മറ്റു വ്യക്തതയൊന്നും ചാനലുകളുടെ മുമ്പിൽ ഇല്ല. പക്ഷേ ഈ വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, സംസാരിക്കുന്ന തെളിവുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ശരാശരി കണക്കെടുത്താൽ കേരളത്തിൽ ഒരു NRI സീറ്റിന് 1 കോടി രൂപ ഇന്ന് ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 50 ലക്ഷം രൂപ മാനേജ്മെന്റ് കോട്ടയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കണക്കെടുത്താൽ പ്രതിവർഷം ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് 33 കോടി രൂപയാണ് ഒരു കോളേജിന് മാത്രമായി ഉണ്ടാകുന്നത്. NRI കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അധ്യയന വർഷമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളുടെ ചരിത്രത്തിൽ മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായത്. ആ സുപ്രീം കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായ സർക്കുലർ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ കൃത്യമായ നിലപാടിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഈ ക്യാപിറ്റേഷൻ ഫീസിനെ കുറിച്ചും തലവരി പണത്തെക്കുറിച്ചും നിയന്ത്രിക്കാത്ത കെടുകാര്യസ്ഥതയുടെ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും മാനേജ്മെന്റുകൾക്ക് സൗജന്യം ചെയ്തു കൊടുക്കുന്ന, അവർക്ക് എല്ലാ കച്ചവട തന്ത്രങ്ങളും പയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സാഹചര്യം ഒരുക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത്. അതല്ലാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യവും ഈ അധ്യയന വർഷവും തമ്മിലുള്ള സിറ്റുവേഷൻ ഒരുപാട് മാറിയിരിക്കുകയാണ്. മുമ്പ് നമ്മൾ തലവരി പണത്തെ കുറിച്ച് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായ ഇടപെടലുണ്ടായി. ആ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആഗസ്റ്റ് മാസം 26-ാം തീയതി കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നീറ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ ഈ ഗവൺമെന്റിനാകുമായിരുന്നു. അത് ഹൈക്കോടതി വിധി എതിരായപ്പോൾ വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാമായിരുന്നു. ഇന്നിപ്പോ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെയും മധ്യപ്രദേശ് ഗവൺമെന്റിന്റെയും കൃത്യമായ ഇടപെടൽ മുഖേന സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചപ്പോ ആ വിധി പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ കോൺമയക്കൊള്ളുകയാണ്. അപ്പോ അതിൽ നിന്നും അന്ന് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ടാകണമായിരുന്നു ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഈ അഹങ്കാരം പറച്ചിൽ. അല്ലെങ്കിൽ ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കേരളത്തിൽ സ്വാശ്രയ കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറയാനുള്ള അവകാശം CPM നേതാക്കന്മാർക്കുള്ളൂ. ഇത് പറയാതെ സുപ്രീം കോടതിയിൽ നിന്നും ഇന്നിപ്പോ ഗവൺമെന്റിന് അംഗീകാരം കിട്ടിയെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. എങ്ങനെ അംഗീകാരം കിട്ടി? എങ്ങനെ കിട്ടാതിരിക്കും? ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഒത്തുകളിച്ചത്. അപ്പോ മഹാരാഷ്ട്ര ഗവൺമെന്റിനും മധ്യപ്രദേശ് ഗവൺമെന്റിനും ആ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടപ്പോ ഇനി അതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ അഡ്മിഷൻ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയപ്പോ
ഞങ്ങളുടെയും നിലപാട് ഇങ്ങനെയാണ് എന്ന വിധത്തിൽ ഇപ്പോ ആ വിടുവായത്തം പറഞ്ഞുകൊണ്ട് ഇതിൽ നടന്നത്. അവസാനം ഒന്നും ഉണ്ടായില്ല. ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ മാനേജ്മെന്റ് ആഗ്രഹിച്ച വിധത്തിൽ തന്നെ കാര്യങ്ങൾ വന്നു. ഈ വിധത്തിൽ ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്നുമാകട്ടെ, ഞാൻ പറയുന്നു, അപ്പൊ ക്യാപിറ്റേഷൻ ഫീസ് നിയന്ത്രിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്.